ആയുർവേദത്തിലെ ദശപുഷ്പങ്ങളിൽ കയ്യോന്നി എന്ന ചെടീനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ ചെടിയാണ്. ആദ്യത്തേത് മുക്കുറ്റിയാണ്. മുക്കുറ്റിയുടെ വീഡിയോയിൽ ദശപുഷ്പങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ കയ്യോന്നി അമേരിക്ക നേറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണെന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഏഷ്യ രാജ്യങ്ങളിലാണ്. അതിൽ തന്നെ ഉഷ്ണ രാജ്യങ്ങളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലുമാണ് ഇത് കൂടുതലായിട്ടും വളരുന്നത്. കയ്യോന്നി എന്ന പേര് കൂടാതെ മലയാളത്തിൽ തന്നെ കരിയിലാങ്കണ്ണി, കയ്യെണ്ണ, കയ്യന്യം, കുഞ്ഞുണ്ണിയം, ജലഭൃംഗ, കുഞ്ഞുണ്ണി എന്നിങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഹിന്ദിയിൽ ഇതിനെ വിളിക്കുന്നത് ഭൃംഗ അല്ലെങ്കിൽ ബൻഗ്രഹ് എന്നൊക്കെയാണ്. തമിഴിലാണെങ്കിൽ കൈകേപ്പി, സംസ്കൃതത്തിൽ കേശരാജ, കുന്തളവർദ്ധന, പിന്നെ ഭൃംഗരാജ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു പേരാണ്. ഈ ഷാംപൂയിലൊക്കെ കൂടുതലായിട്ടും കേട്ടുവരുന്ന ഒരു പേരാണ്. അപ്പോൾ ആ ഭൃംഗരാജ തന്നെയാണ് ഈ കയ്യോന്നിയും. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിനെ അറിയപ്പെടുന്നത് ഫാൾസ് ഡെയ്സി എന്നാണ്. ബംഗാളിയിൽ കെസൂരിയ, പഞ്ചാബിൽ ബാംഗ്ര. ഇന്ത്യയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ഏരിയയിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും ഇത് നന്നായിട്ട് വളരുന്നത്. പിന്നെ ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് വളരുന്നുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ആസ്റ്ററേസിയ ഫാമിലിയിലുള്ള എക്ലിപ്റ്റ പോസ്ട്രാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. എക്ലിപ്റ്റ ആൽബ എന്നും വെർബേസിന പോസ്ട്രാറ്റ എന്നൊക്കെ അറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലും വയൽ വരമ്പുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും തഴച്ച് വളരുന്നത്. ഇതിൻ്റെ ഒരു പ്ലാൻ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ വെള്ള, മഞ്ഞ, നീല എന്നിങ്ങനെ 3 കളറിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. കേരളത്തിൽ വെള്ളയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതിപ്പോൾ വെള്ള കളറാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ള കളറിന് പൊതുവെ വിളിക്കുന്നത് എക്ലിപ്റ്റ ആൽബ എന്നാണ്. ഒരു 70 സെൻറ്റിമീറ്റർ വരെ വളരുന്ന വളരെ ചെറിയൊരു ചെടിയാണിത്. ഇതിൻ്റെ ഒരു പൂക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൊക്കെ പോലെ ഇരിക്കും. നമ്മൾ ഈ ബൊക്കയിലേക്ക് ഈ പൂവൊക്കെ കുത്തിവെക്കുന്ന ഒരു ക്ലേയിലേക്കാണല്ലോ, ഒരു പച്ച കളർ ക്ലേയിലേക്കാണല്ലോ. അതുപോലെ തന്നെ ഈ പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൂങ്കൊല എന്ന് പറയുന്നത്, ആ പൂങ്കൊല അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു പച്ച കളറിൽ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ വളരെ സോഫ്റ്റ് ആണ്, നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത്. തണ്ടിൻ്റെ ആ ഒരു ജോയിൻസിലൊക്കെ തന്നെയായിട്ട് ഒരു ചെറിയൊരു റെഡിഷ് ഷെയ്ഡും നമുക്ക് കാണാം. പിന്നെ തണ്ടിലും ഇലകളിലൊക്കെ തന്നെയായിട്ട് നല്ല നേർത്ത രോമം പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒട്ടും കട്ടിയില്ലാത്ത രോമം പോലെയുള്ള സ്ട്രക്ചേഴ്സാണ് അത്. ഈ വീഡിയോയിൽ ഇലയുടെയും തണ്ടിൻ്റെയും ഒക്കെ വളരെ ക്ലോസപ്പ് എടുക്കുമ്പോഴേക്കും നമുക്കത് നല്ല വിസിബിൾ ആയിട്ട് കാണാം. ഇനി ഈ ചെടിയുടെ ഒരു ഫൈറ്റോ കെമിക്കൽ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഇലയിൽ എക്ലിപ്സ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരു ആൽക്കലോയിഡ് ഉണ്ട്. അതാണ് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ സ്റ്റിഗ്മസ്റ്റിറോള്, ആൽഫ ടെർത്തിയനൈൽ മെത്തനോള്, എപ്പിജനീൻ, ലുട്ടിയോലിൻ, ബീറ്റ അമാരിൻ, നിക്കോട്ടിൻ എന്നീ പറഞ്ഞ രാസവസ്തുക്കളും ഇതിൻ്റെ അകത്ത് കണ്ടുവരുന്നുണ്ട്. തണ്ടിലാണെങ്കിൽ വെഡിലോലാക്ടോൺ എന്ന് പറഞ്ഞ കോമസ്റ്റൻസ് പദാർത്ഥങ്ങളും ഉണ്ട്. അതായത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ കൗമസ്റ്റൻസ്, ഫ്ലേവനോയിഡ്സ്, പോളിപെപ്റ്റൈഡ്സ്, പോളി അസിറ്റിലിൻസ്, തയോഫിൻസ്, പിന്നെ സ്റ്റെറോയിഡ്സും സ്റ്റിറോൾസും ട്രൈറ്റർപിൻസ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മെഡിക്കൽ യൂസേജും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് പണ്ട് കാലം മുതലേ ട്രഡീഷണലി തന്നെ ആയുർവേദത്തിലും സിദ്ധയിലും യുനാനിയിലും അതുപോലെ തന്നെ പല ഫോൾട്ട് മെഡിസിൻസിലൊക്കെ തന്നെ ഇത് യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. അതായത് പുരാതന കാലം മുതൽക്കേ കയ്യോന്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു. പരസ്പര ഗ്രഹ്യ സൂത്രം, കേശവ പദ്ധതി, ശോണക്യ, അഥർവം, കൗശിക സൂത്രം തുടങ്ങിയ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കയ്യോന്യത്തിൻ്റെ വർധനയെ പറ്റിയും മറ്റു ഔഷധ ഗുണങ്ങളെ പറ്റിയും ഒരുപാട് വിവരിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക് സ്റ്റുഡൻസിനൊക്കെ ഗുണകരമായ റിസർച്ച് ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ കിട്ടും. ഓൾറെഡി ഇന്ത്യയിലെ പാരമ്പര്യ വൈദ്യശാസ്ത്ര മേഖലയിലും ആദിവാസി വൈദ്യത്തിലൊക്കെ തന്നെ കയ്യോന്യം വളരെയധികം ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ്. അതായത് ഇത് ഓൾറെഡി പ്രൂവൺ ആണ്. എന്നിരുന്നാലും അതിൻ്റെ അകത്തുള്ള കോമ്പൗണ്ട്സ് ഒക്കെ കറക്റ്റ് അളവിലൊക്കെ വേർതിരിച്ച് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അപ്പോൾ ഈ ട്രഡീഷണൽ മെഡിസിൻസിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായും വയറിൻ്റെ രോഗങ്ങൾ, പിന്നെ ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധിതമായിട്ടുള്ള രോഗങ്ങൾ, ജ്വരം, മുടികൊഴിച്ചിൽ, അകാലനര, പിന്നെ മഞ്ഞപ്പിത്തം പോലുള്ള വിവിധ തരം കരൾ രോഗങ്ങൾ, തൊലിയിലുണ്ടാവുന്ന രോഗങ്ങൾ, മുറിവുകൾ, വ്രണങ്ങൾ എന്നീ രോഗങ്ങളുടെ ഒക്കെ ചികിത്സയ്ക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നിഘണ്ടു എന്ന് പറഞ്ഞ ഒരു ഡിക്ഷണറിയിൽ 3 തരം കയ്യോന്യത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശ്വേത ഭൃംഗരാജ, അതായത് വെള്ള കയ്യോന്യം എന്ന് പറയും. പീത ഭൃംഗരാജ, മഞ്ഞ കയ്യോന്യം എന്ന് പറയും. നീലി ഭൃംഗരാജ, അതായത് നീല കയ്യോന്യം എന്ന് പറയും. ഈ 3ഉം കൂടാതെ വേറെ ചില റെഫറൻസിൽ 4മത്തെയും ഒരു ഭൃംഗരാജയെക്കുറിച്ച് പറയുന്നുണ്ട്. രക്തഭൃംഗരാജ, ഫ്ലവിയേറ റപ്പൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ്. അപ്പോൾ ഇതൊക്കെ തന്നെ വേറെ വേറെ സ്പീഷീസുകളായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോസ് ഇത് കണ്ടു കിട്ടുകയാണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ജനറൽ യൂസേജ് പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി മുടിക്ക് ഇതിൻ്റെ ഇലയുടെ ചാറ് താളി പോലെ എടുത്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ചെടി മുഴുവനായിട്ട് കഷായം വെച്ച്
വയറിനും കരളിനും നല്ലതാണ്. അതായത് ലിവർ ടോണിക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. തലവേദന കുറയാനും ഇതിൻ്റെ ഇലയുടെ നീര് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മുറിവുകളിലും വ്രണങ്ങളിലൊക്കെ ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് തേക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല അരച്ച് ചാറെടുത്ത് എള്ളെണ്ണയിൽ കാച്ചി എടുത്ത് മുടിയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വളരെ ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും യൂസേജസും. ആയുർവേദത്തിൽ ഇത് ചേർത്തുണ്ടാക്കുന്ന ചില ഔഷധങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ നീലഭൃംഗാദി തൈലം, നരസിംഹ രസായനം, കുഞ്ഞുണ്ണിയാദി തൈലം, ഭൃംഗരാജാസവം എന്നീ കൂട്ടുകളിലൊക്കെ ഇത് ചേർക്കാറുണ്ട്. ഇത്രയും ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ട്രഡീഷണൽ മെഡിസിനൽ യൂസേജസ് ആണ്. ഇനി നമുക്കൊരു മോഡേൺ മെഡിസിനൽ യൂസേജിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇത് ഹിപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആണ്, നല്ല ലിവർ ടോണിക് ആണ് എന്നുള്ളത് സയൻറ്റിഫിക്കലി തന്നെ തെളിയിച്ചേക്കുന്നതാണ്. അതുകൂടാതെ ഇത് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി വൈറലും ആണ്. ആൻറ്റി വൈറൽ ആണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഫ്ലൂവിനെതിരെയും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഘടകങ്ങൾ ഇതിൻ്റെ അകത്ത് കാണും. അത് ഫാർമക്കോളജി സ്റ്റുഡൻസിന് നല്ലൊരു റിസർച്ച് ഐറ്റം തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു ടോക്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറലി ഇത് ട്രഡീഷണൽ മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് ഇത് സേഫ് ആയിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ കൂടുതൽ ഡോസേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്കംഫേർട്സ് വരാം. പ്രഗ്നൻസി പീരീഡിൽ ഇത് സേഫ് ആണ് എന്ന് പല റെഫറൻസിലും പറയുന്നുണ്ട്. പക്ഷേ അതൊരു മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി വേണം എടുക്കാനായിട്ട്. ഇനി ഈ ചെടിയുടെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ട്രോപ്പിക്കൽ ടു വാം ടെമ്പറേച്ചറിലാണ് കൂടുതലായിട്ട് ഇത് വളരുന്നത്. സോയിൽ മോയിസ്റ്റ് ലോമി ക്ലേ റിച്ച് സോയിലാണ് ഇതിന് ഏറ്റവും നല്ലത്. ലൈറ്റ് ഫുൾ സൺലൈറ്റോ പാർഷ്യൽ ഷെയ്ഡോ ഒക്കെ തന്നെ ഇതിന് ഓക്കെയാണ്. പ്രൊപ്പഗേഷൻ സീഡ്സ് വഴിയോ സ്റ്റെം കട്ടിങ് വഴിയോ ആയിരിക്കും. വർഷത്തിലെ എല്ലാ സീസണൽ സൈക്കിൾസിലും ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. നല്ല മോയിസ്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ കാലത്തും ഇത് കാണും. ഇനി ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതൊരു സോയിൽ സ്റ്റെബിലൈസർ ആണ്, പോളിനേറ്റർ സപ്പോർട്ടീവ് ആണ്, മെഡിസിനൽ ബഫർ ആണ്, ബയോഡൈവേഴ്സിറ്റി അലയാണ്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രത്യേകമായും കേരളത്തിലും പിന്നെ ഇന്തോനേഷ്യയിലും ഒക്കെ തന്നെ ഒരുപാട് ട്രഡീഷണൽ മെഡിസിൻസിൽ യൂസ് ചെയ്തു തന്നെ ഒരു ചെടിയാണ്. ആയുർവേദ സിദ്ധയിലുള്ള റെഫറൻസ് ബുക്കിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ വേറെ പല ട്രഡീഷണൽ മെഡിസിനൽ റെഫറൻസ് ബുക്കിലൊക്കെ തന്നെ ഇതിൻ്റെ പല യൂസേജിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഫാർമസ്യൂട്ടിക് സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇത് ടാറ്റൂവിങ്ങിന് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഇത് വെച്ച് കറുത്ത ഡൈ ഉണ്ടാക്കി പച്ച കുത്താനായിട്ട് ഉപയോഗിക്കും. ആ ഒരു ആംഗിളിൽ റിസർച്ച് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നാച്ചുറൽ ടാറ്റൂ ഡൈ ആയിട്ടും ഹെയർ ഡൈ ആയിട്ടും ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിച്ചേക്കാം. ഈ ഹെൽത്തി മുടിക്കായിട്ട് യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ചെടികളുടെ ലിസ്റ്റിൽ 3 ചെടികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് പത, പിന്നെ കേശവർദ്ധിനി, ഇത് കയ്യോന്നിയം. ഇതിൻ്റെ മൂന്നിൻ്റെയും അങ്ങനെ പല മുടിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ചെടികളുടെയും കെമിക്കൽ കോമ്പൗണ്ട്സിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അത് സഹായിച്ചേക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.